സ്ത്രീകൾക്ക് കഴിയാത്തതായി ഒന്നുമില്ല എന്നത് കുറച്ചുകാലം മുൻപ് വരെ സ്ത്രീ സമൂഹത്തിനെ പ്രചോദിപ്പിക്കുവാനുള്ള ഒരു ശീർഷകം മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ആ വാക്യം എല്ലാ അർത്ഥത്തിലും ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്നവർ അവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കായികശേഷി വേണ്ട മേഖലകൾ പോലും ഒരു വീട്ടുജോലി ചെയ്യുന്ന ലാഘവത്തോടെ യാതൊരു മടിയും കൂടാതെ അവർ നടന്നു കയറിയിരിക്കുന്നു. അത്തരത്തിൽ പുരുഷ സമൂഹം കൈയടക്കി വെച്ചിരുന്ന ഒരു മേഖല കൂട്ടായ ശ്രമത്തോടെ കീഴടക്കിയ സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധികൾ എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ത്രീ കൂട്ടായ്മയാണ് ഇന്നത്തെ സ്ത്രീ ശക്തിയിൽ. ഞാൻ വസന്തകുമാരി, കൊല്ലം ജില്ലയിലെ ചിതറ പഞ്ചായത്തിലെ മധുര എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ഇപ്പം തൊഴിലുറപ്പിൻ്റെ മാറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ സൈറ്റിൽ 45-50ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതിലെല്ലാം സ്ത്രീകളാണ്. അതിൽ 2 പേർ മാത്രമേ പുരുഷന്മാരുള്ളൂ. ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നീർത്തട ജലസംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുകയും പഞ്ചായത്തിൽ നിന്നും വാർഡിൽ നിന്നും ബ്ലോക്ക് തലത്തിൽ നിന്നും എല്ലാം നമ്മുടെ പഞ്ചായത്തിന് നല്ല ഒരു സമ്മതിയാണ് കിട്ടിയിട്ടുള്ളത്. 2008 മുതൽ ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലുപരി ഞാൻ ഈ മാറ്റ് സ്ഥാനത്ത് കയറിയിട്ട് 2012 മുതൽ ഞാൻ ഈ സ്ഥാനത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ഈ തൊഴിലാളികളെല്ലാം വയസ്സായ 75-80 വയസ്സ്, അതിന് മുകളിലോട്ടുള്ളവ അമ്മമാർ, അതിൽ താഴെയുള്ളത് 35 വയസ്സിന് മുകളിലുള്ളവരാണ് എല്ലാം. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം നല്ല സപ്പോർട്ടും അവരെ പിന്തുണയും തന്നെയാണ് ഇത് ഇത്രയും മുമ്പോട്ട് വരാനുണ്ടായ കാരണങ്ങളും എനിക്കിങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റിയതും അവരെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ഇവിടെ പിന്നെ സൈറ്റുകളിൽ വഴക്കോ ലഹളയോ അങ്ങനെ ഉള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളും പരാതികളും ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ജോലിയിൽ ഏർപ്പെട്ടതിന് ശേഷം ഈ ഒരുപാട് പാവപ്പെട്ട ഇതുകൊണ്ട് ജീവിക്കുന്ന തൊഴിലാളികൾ തന്നെയാണ് ഈ സൈറ്റിലുള്ളതെല്ലാം. പേര് സിന്ധു. മധുര തോട്ടുമുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. 2013 ഞാൻ ഈ തൊഴിലുറപ്പിന് വന്നത്. ആദ്യം ഹൗസ് വൈഫായിരുന്നു, ആ ജോലിയായിരുന്നു. അതിനുശേഷം തൊഴിലുറപ്പിന് വന്നിട്ട് 2013 തൊഴിലുറപ്പിന് വന്നത്. തൊഴിലുറപ്പിന് വന്ന് ഇതിൽ നമ്മൾ ഒന്നിച്ച് പണി ചെയ്തുകൊണ്ട് പോകണം. ഇവിടെ വന്നതിന് ശേഷം എനിക്കിതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് കിട്ടുന്ന വരുമാനം കൂടെ കൊണ്ടുവന്നാണ് ഞങ്ങളെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. തുടർന്നും പണിക്ക് പോകണം താല്പര്യമുണ്ട്. 150 പണി കിട്ടുമെങ്കിൽ നമുക്ക് അതൊരു ഉപകാരമായേനെ. ഇതിൽ ഞങ്ങൾ കുഴിയെടുപ്പുണ്ട്, ഞങ്ങൾ പുരയിടം പിന്നെ കൂമ്പൽ വെട്ടൊക്കെ ഉണ്ട്, ഞങ്ങൾ തോടിൻ്റെ പണിയുണ്ട്, അതുപോലെയായിട്ട് റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോം വെട്ടുന്നുണ്ട്, അതിരടുക്കൊക്കെ ഉണ്ട്, മണ്ണ് കയ്യാലുണ്ട്, കല്ല് കയ്യാലുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ഏതെല്ലാം പണികൾ തീരുമാനിക്കുന്നത് അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ കീഴിൽ ജോലി ചെയ്യണ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമുണ്ട്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവരും കൂട്ടുകാരെ കണക്കാണ്. ചേച്ചി ഒരു മാറ്റം എന്നുള്ള ഇത് ഞങ്ങളുടെ കാണിക്കില്ല. ഞങ്ങൾ തൊഴിലാളികളെന്നുള്ള ഇതിൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങനെയില്ല. ഞങ്ങൾ സന്തോഷത്തോടെ നമ്മൾ പിന്നെ നല്ല രീതിയിൽ പിന്നെ ഇത് മുമ്പോട്ട് തൊഴിലുറപ്പിന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമേ ഉള്ളൂ. ചേച്ചിയെ കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ശല്യവും ഇല്ല. ചേച്ചി നമ്മൾക്കൊപ്പം ജോലി ചെയ്യുന്നൊരു ചേച്ചിയാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി അതിന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
ഞാൻ കൊല്ലം ജില്ലയിലെ തന്നെ കടയ്ക്കൽ പഞ്ചായത്തിലെ നെല്ലിപ്പള്ളി എന്ന സ്ഥലത്ത് ആണ് ജനിച്ചു വളർന്നത്. കുറ്റിക്കാട് പ്രൈമറി വിദ്യാഭ്യാസം എല്ലാം UPS കുറ്റിക്കാടിൽ, ഹൈസ്കൂൾ വിദ്യാഭ്യാസം CP ഹൈസ്കൂൾ കുറ്റിക്കാടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് പാസ്സായ ശേഷം KGT എല്ലാം പാസ്സായി. അത് കഴിഞ്ഞ് എന്നെ മധുരയിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതും അവിടെ വന്ന ശേഷം എനിക്ക് ജീവിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട്. എൻ്റെ ആ കാലയളവെല്ലാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്, 2 മോന്മാരാണ്. ഒന്ന് മൂത്തത് അരവിന്ദ് വിജയൻ, ഇളയത് അഭിനന്ദ് വിജയൻ. ഭർത്താവുണ്ട്. മൂത്ത മോൻ കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. ഒന്ന് നിള അരവിന്ദ്, ഇളയ മോള് നിരഞ്ജന അരവിന്ദ്. മോൻ്റെ ഭാര്യയുടെ പേര് ശരണ്യ. ഇളയ മോൻ ജോലി ചെയ്യുന്നുണ്ട്. മൂത്തമ്മ ലോറി ഓടിക്കുന്നു. അങ്ങനെയെല്ലാം പോകുന്നു. ഇതുകൊണ്ട് ഞാൻ സംതൃപ്തയാണ്, ഞാനും എൻ്റെ തൊഴിലാളികളും എൻ്റെ കുടുംബവും. ജോലി ഇതിന് മുമ്പ് എല്ലാ കൂലി വേല ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന ഒരു സാഹചര്യം, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ എനിക്ക് നിവൃത്തിയില്ലാതെ വന്ന സാഹചര്യങ്ങൾ എൻ്റെ ആദ്യകാലങ്ങളിൽ എൻ്റെ ഭർത്താവിന് സുഖമില്ലാതായി, പിന്നെ എൻ്റെ മകന് സുഖമില്ലാതായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഞാൻ അനുഭവിച്ച് പിന്നെ ഇത് വേറുള്ള മാറ്റുമാരെ കീഴിൽ 2008 മുതൽ 12 വരെ ജോലി ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഓരോ സൈറ്റിൽ ഓരോ വാർഡിൽ ഇത്ര സൈറ്റ് എന്നുള്ളത് തിരിച്ചപ്പം എനിക്കൊരു സൈറ്റ് കിട്ടി. പിന്നെ എൻ്റെ കൂടെ സെക്കൻഡ് മാറ്റായിട്ട് ശൈലജ എന്ന് പറയുന്നൊരു കൊച്ചു വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇന്നിപ്പം വന്നിട്ടില്ല. പിന്നെ അത് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ രണ്ടും ഐക്യതയോടുകൂടി തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അതിലുപരി എനിക്കെല്ലാം പറയാനുള്ളത് എൻ്റെ തൊഴിലാളികളെയാണ്, എൻ്റെ അമ്മമാർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ചേച്ചിമാർ. എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ അവരാണ് എൻ്റെ എല്ലാം. രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ അവരാണ് എൻ്റെ എല്ലാം. അവർ കഴിഞ്ഞ് എനിക്ക് പിന്നെ വീട്ടിൽ ചെന്നാലേ എൻ്റെ മക്കളും കൊച്ചുമക്കൾ അവരെ കാര്യങ്ങളിൽ അവരെ പഠിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യത്തിലോട്ടങ്ങ് തിരിയും. പിന്നെ അതുവരെ ഈ 9 മണി തൊട്ട് 5 മണി വരെ എൻ്റെ എല്ലാം. അത് മാത്രമേ എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളൂ. അവരാണ് എൻ്റെ എല്ലാം. എൻ്റെ മോനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. അതുവരെ ഞാൻ ഒരു പണിക്കും ഇറങ്ങിയിട്ടില്ല. എൻ്റെ മോൻ എന്നെ നോക്കുമായിരുന്നു. ഇപ്പം വേറൊരു സൈറ്റിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ട് നിന്നത്. ഇപ്പം ഈ സൈറ്റിൽ വന്നിട്ട് ഒരാഴ്ചയാവും. ഇപ്പം ഞാൻ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ല. ജീവിക്കാൻ നിവർത്തില്ലാത്തതുകൊണ്ടാണ് ഈ ജോലിക്കായിട്ട് ഇറങ്ങിയത്. എൻ്റെ മോന് സുഖമില്ലാതാവുന്നത് വരെ അവൻ എന്നെ നോക്കുമായിരുന്നു. ഇപ്പം അവൻ അങ്ങനെ പണിക്കൊന്നും പോവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്. ഇപ്പം എനിക്ക് സന്തോഷമുണ്ട് ഈ പണിക്ക് ഇറങ്ങിയതിൽ. എൻ്റെ പേര് റീന കുമാരി.
എൻ്റെ സ്ഥലം വെഞ്ഞാറമൂട് പുല്ലമ്പാറയിലാണ്. അവിടെ നിന്ന് എന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്. എനിക്ക് 2 മക്കളുണ്ട്. മോള് PG ചെയ്യുന്നു, IT ചെയ്യുന്നു. ഭർത്താവ് കൂലിപ്പണിയാണ്. ആദ്യം പാടായിരുന്നു. പിന്നെ ഇവരുമായിട്ട് ഞാൻ സഹകരിച്ച് ഇവർ 2008 ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പം കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. 10 പൈസ നമ്മുടെ കയ്യിൽ വരുമാനമുണ്ട്. ഭർത്താവിൽ നിന്നും നമ്മൾ കൈനീട്ടി മേടിക്കണ്ട. ആദ്യകാലങ്ങളൊക്കെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 10 പൈസ എടുക്കാനുണ്ട്, മക്കളെ പഠിപ്പിക്കാം, വരുമാനമുണ്ട്, കുടുംബശ്രീ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യ സമയങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു. കിളയിൽ നമ്മാട്ടിയെടുത്തുള്ള കിളയിൽ നമുക്ക് കൈപ്പോയം വേദന അതൊക്കെ ഉണ്ടായിരുന്നു, ശരീരം വേദന ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം അങ്ങ് മാറിക്കിട്ടി. കല്ല് ചുമക്കാനും മണ്ണ് ചുമക്കാനും എല്ലാം ഒരു പാടുമില്ലാതെ പോകുന്നു. എൻ്റെ പേര് ഗീത എന്നാണ്. ഞാൻ വട്ടപ്പാറയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. 26 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നപ്പോൾ അന്ന് എനിക്ക് ഒരു കാര്യങ്ങളും അറിഞ്ഞുകൂടായിരുന്നു. ഒരു കൊച്ചു കുഴി എടുക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു കല്ല് കെട്ടണമെങ്കിൽ ഒന്നീ കൂലി പൈസ നിവർത്തിയില്ലാത്ത കൂലിപ്പണിക്കാരൻ ഭർത്താവാണ്. അപ്പം നിവർത്തിയില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കൂലി കൊടുക്കുക അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് ചെയ്യുകയൊക്കെ ചെയ്യണമായിരുന്നു. 2008 തൊട്ട് ഞാൻ ഈ തൊഴിലുറപ്പിൽ കയറിയതാണ്. അതിന് ശേഷം ആദ്യമൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കിളയ്ക്കാനോ വെട്ടാനോ. വട്ടപ്പാറ ജീവിച്ചതുകൊണ്ടാണ് അവിടെ നമുക്ക് 5 സെൻറ്റ് പെരയിടത്തിൽ വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങളൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടായപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആയി. ഇപ്പോൾ ഒരു ജോലിക്ക് വേണമെങ്കിൽ ഒരു കല്ലെടുക്ക് വേണോ, ഒരു ചെറിയൊരു കുഴിയെടുത്ത് അത് സ്ലാബ് വാർത്തിടണോ, എന്ത് ജോലിക്കും ഇപ്പോൾ ആർക്കും കൂലി കൊടുക്കേണ്ട, ഞാൻ തന്നെത്താനെ ചെയ്യും. അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിരുന്നാലും പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല, യാതൊരു ഇതുമില്ല. ഒരു ദിവസം ഭർത്താവിന് കൂലിപ്പണി ഇല്ലെങ്കിലും ഒരാഴ്ച ഇല്ലെങ്കിലും നമുക്ക് ഇതുകൊണ്ട് ജീവിക്കാമെന്നുള്ള ഒരു ഇതായിപ്പോയി. ഒരു മോളെ കെട്ടിച്ചു വിട്ട് ഒരു മോളെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. ഈ തൊഴിലുറപ്പിൻ്റെ പൈസ എല്ലായിടത്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇളയ മോൾ MBAക്ക് പഠിക്കുന്നതാണ് അവസാന വർഷം. അപ്പോൾ അത് എല്ലാ കൊല്ലവും ഈ തൊഴിലുറപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലായിടത്താണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്. ഇപ്പം നല്ല സന്തോഷം, ജീവിതത്തിന് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഡെയിലി ഈ ജോലി ഇല്ലാത്തപ്പോഴാണ് നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ അതൊരു വിഷമവും ദുഃഖങ്ങളും ഒക്കെ തോന്നുന്നത്. ഇത് സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം അങ്ങ് പോവും. സന്തോഷമാണ്, ഇതാണ് സഹകരണം, മറ്റുള്ളവരുമായിട്ട് സഹകരണം. അല്ലെങ്കിൽ റൂം അടച്ചിരുന്ന് വീട്ടിലിരുന്ന് വേവിച്ച് കുടിച്ചൊക്കെ ഇരുന്ന് നമ്മളിപ്പോൾ നല്ല സഹകരണങ്ങളായി തമ്മിൽ നാട്ടിലൊരു കാര്യങ്ങൾ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണവും അവരുമായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്കൊരു മനസ്സിനൊരിതായി. കുടുംബശ്രീ ആയാലും ഏത് കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ സ്ത്രീകൾ എല്ലാത്തിനും ഒരു കാര്യങ്ങൾക്ക് ഈ മധുരവാർട്ടിൽ മുന്നിട്ട് നിൽക്കുന്നതാണ്. പുരുഷന്മാരെക്കാളും എന്ത് കാര്യങ്ങളും പൊതു കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളോടാണ് ഇപ്പോൾ പൊതു കാര്യങ്ങളായിട്ട് പറയുന്നതും. എല്ലാ സഹകരണവും ഒക്കെ സ്ത്രീകൾക്കാണ് ഇവിടെ മുൻഗണന എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. എല്ലാം സന്തോഷകരമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഈ ജോലി എന്നും ഇങ്ങനെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഒരു വർഷം മാർച്ച് ആവുന്നുമ്പേ ജോലി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര വിഷമമാണ് മാർച്ച് കഴിയാൻ വേണ്ടി. അല്ലാതെ നമുക്കിപ്പം വേറെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല സന്തോഷമാണ്, അതാണ്. പക്ഷേ പുതിയതായിട്ട് കുട്ടികൾക്കൊന്നും ഇതിലോട്ട് വരാനുള്ള ഇതൊന്നുമില്ല. അവർക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് അവരവരുടെ കാര്യങ്ങളിൽ പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇത് സന്തോഷമുള്ള കാര്യമാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആളുകൾ റബ്ബർ വെട്ടാനും പാലെടുക്കാനും ഒക്കെ പോകുമായിരുന്നു. ഇപ്പോഴത് ഒരു വർഷത്തിൽ ഒരു 2-3 മാസം പോലും മഴ കാരണം റബ്ബർ വെട്ടൊക്കെ ഒന്നും നടക്കില്ല. അപ്പോൾ ഒരുമാതിരിയുള്ള എല്ലാ വീടുകളിലും ഇതിൻ്റെ ഇതുകൊണ്ടാണ്, ഈ കാശ് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് സന്തോഷമാണ്, സമാധാനവുമാണ്. ഇപ്പം അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് വലിയ ബുദ്ധിമുട്ടും ബഹളങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം അതൊന്നും ഒരിതുമില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വേറെ ഒരു പ്രശ്നവുമില്ല. വൈകുന്നേരം ആകുമ്പോൾ പോകും, പിന്നെ കുട്ടികളെ കാര്യം നോക്കും. ഒക്കെ നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇതായിട്ടുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ആർക്കെങ്കിലും ഇപ്പം 1-2 പേർക്ക് ഇതിൽ അസുഖങ്ങൾ ബാധിച്ചവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. കഴിഞ്ഞ കൊല്ലം ജോലിക്ക് വന്ന അവർക്ക് തന്നെ ഇപ്പം ഒരു സ്ത്രീക്ക് ഒരു അസുഖമുണ്ട്. അപ്പം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതിലുള്ള ആളിനെ വേറെ ഇതിൽ കയറ്റുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയാണ്. ഒരു കല്യാണം വന്നാൽ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടും. അങ്ങനെ ഒരു പാവങ്ങൾക്ക് ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ ചെന്ന് സഹായിച്ചു കൊടുക്കുന്നുണ്ട്.
എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഏത് കാര്യവും ഞങ്ങൾ അറിയിക്കുമെങ്കിൽ ഞങ്ങൾ പോകും, സഹകരിക്കുന്നുണ്ട്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ 2008 തന്നെ നമ്മൾ ഇതിൽ ഇറങ്ങിയപ്പോഴും ഒരുപാട് പേര് നമ്മളെ പരിഹസിച്ചിട്ടുണ്ട്. ഇനി തൊഴിലുറപ്പ്, ഇതെന്തോന്നാണ് തൊഴിലുറപ്പ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്. അന്ന് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ ഇത് മുന്നോട്ട് പോയി. ഇപ്പോൾ ആ പരിഹസിച്ച ആളുകളെ വീട്ടിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഒരുപാട് പേര് ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കത് ധൈര്യമായിട്ടുള്ള കാര്യമുണ്ട്. ഏത് കാര്യവും ഇപ്പം ഒരു മെമ്പർ തന്നെയാണെങ്കിലും ഞങ്ങളോടെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്, നാട്ടിലെ കാര്യങ്ങൾ വന്ന്. അത് കഴിഞ്ഞിട്ടേ വേറെ ഉള്ളവരോട് പറയുന്നുള്ളൂ. ഞങ്ങളാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഹെൽത്ത് സെൻ്റർ ഉദ്ഘാടനം, വേറെ ഒരു ആശുപത്രി ഉദ്ഘാടനം ഒക്കെ ഞങ്ങളാണ് മുന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. സമയക്രമീകരണം ഞങ്ങൾക്ക് നല്ലപോലെ സമയം കിട്ടുന്നുണ്ട്. രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് ഞങ്ങളെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 8 മണിയാകുമ്പോൾ കുട്ടികളെയൊക്കെ പഠിക്കാനും വിട്ട് എല്ലാം വേവിച്ച് ഒതുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. വന്നു കഴിഞ്ഞാൽ 5 മണിക്ക് പോയ ശേഷം പിന്നെ ഞങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാനുള്ള സമയം ധാരാളമുണ്ട്. 7 മണിയാകുമ്പോൾ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ജോലികളെല്ലാം കഴിയും. അപ്പോൾ കുട്ടികൾ 5 മണിയാകുമ്പോൾ പഠിക്കാൻ പോയിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം തോന്നുന്നില്ല. പൊടി കുട്ടികളുള്ളവർക്കും അങ്ങനെ ഒരു വിഷമമൊന്നും തോന്നുന്നില്ല. 9 മണിക്കല്ലേ നമുക്ക് സൈറ്റിൽ വരേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു വിഷമമില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി കേട്ടതെന്ന് വെച്ചാൽ ഈ ജോലിക്കൊന്നും വരും മുമ്പേ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പൈസ ഇല്ലാതെ ഭർത്താവിന് ജോലിക്ക് പോകാൻ, ജോലി ഇല്ലാതെയൊക്കെ ഒരുപാട്. അപ്പോഴേ ഈ അണ്ണാച്ചിമാരെ നമ്മൾ പൈസയൊക്കെ എടുത്താൽ പിന്നെ അടുത്ത ആഴ്ച കൊടുക്കാതിരിക്കുമ്പോൾ അവരെ വായിലിരിക്കണ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ആരെയൊന്നും കടം വാങ്ങിക്കേണ്ട കാര്യമോ വേറെ ഒന്നുമില്ല. ഇപ്പം ജോലി ചെയ്താൽ ഒരു 2 ആഴ്ചക്കൊക്കെ നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. വേറെ അങ്ങനെയൊന്നും ഒരു പൈസയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ട് പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ട്. 2008 ഇറങ്ങിയെങ്കിലും ഒരു 2010 വരെ എല്ലാവരും നമ്മളെ കളിയാക്കുമായിരുന്നു. ഇതെന്തൊരു ഒരു കുറഞ്ഞ ജോലി പോലെ നമ്മളെ കളിയാക്കുമായിരുന്നു. അന്നൊക്കെ ഉള്ള മെമ്പർമാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ഒക്കുമെന്ന്. ഞങ്ങൾ എന്തായാലും ചെയ്യാന്നുള്ള ധൈര്യത്തിലാണ് അന്ന് ഇറങ്ങിയത്. വേറെ നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഈ ജോലിക്ക് 2008 ഇവിടുത്തെ ഏറ്റവും വലിയൊരു തോടും പാലമായിട്ടുള്ള അവിടെയാണ് ഞങ്ങൾ ജോലി ചെയ്ത് തുടങ്ങിയത്. അവിടെ ജോലി തുടങ്ങിയപ്പം ഞങ്ങൾക്ക് ഒരുപാട് അവഗണനകൾ, തൊഴിലാളികൾക്ക് ഒരുപാട് അവഗണനകളുണ്ടായിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ പുരുഷന്മാർ ചെയ്യുന്ന തൊഴിലുകൾ സ്ത്രീകൾ ചെയ്തതുകൊണ്ടും ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നതും പുരയിടം കിളയ്ക്കുന്നതും അവരെ പണിയെ നമ്മൾ അപകരിച്ച് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് ആക്ഷേപങ്ങൾ നമുക്കിതിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റെപ്പായിട്ട് ഈ കമൻറ്റുകൾ പാസ്സാക്കി അവരെ വീടുകളിൽ നിന്ന് തന്നെയാണ് സ്ത്രീകൾ വീണ്ടും ഇറങ്ങി തുടങ്ങിയപ്പം അവർക്കെല്ലാം അതങ്ങ് നിന്ന്. ഇപ്പം അവരെക്കാളും നമ്മൾ ഉയർന്ന നിലയിൽ കല്ലുകെട്ട്, അതിരുതിരിപ്പ്, നീർത്തട സംരക്ഷണത്തിൻ്റെ ഇതിൽ കശാല, കല്ല് കയ്യാല, മഴക്കുഴി, കപ്പയ്ക്കെല്ലാം പാകമാക്കി ഇട്ട് കൊടുക്കുക, കൃഷി യോഗ്യമാക്കി ഇട്ട് കൊടുക്കുക, തട്ട് തിരിച്ചെല്ലാം നമ്മൾ നല്ല ലെവലിൽ ഇട്ട് കൊടുക്കുന്നു. അതെല്ലാം നമ്മൾ ചെയ്ത് സ്ത്രീകൾ തന്നെയാണ്. ഇപ്പം നമ്മൾ കിണർ കുഴിക്കുന്നുണ്ട്, കുളം കുഴിക്കുന്നുണ്ട്, പിന്നെ ആട്ടുംകൂട് കെട്ടുന്നുണ്ട്, പശുത്തൊഴുത്ത്, കക്കൂസ്, ഇങ്ങനെയുള്ള എല്ലാം മെറ്റീരിയൽ വർക്കായിട്ട് ചെയ്യുന്നുമുണ്ട്. നേതൃത്വ നിരയിൽ ഇപ്പം ഇതിനെല്ലാം അതിജീവിച്ച് ഞങ്ങളിവിടെ എത്തിയപ്പം ഞാനും എൻ്റെ തൊഴിലാളികളും നല്ല രീതിക്ക് ഇതിനെ കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഏറ്റവും സംതൃപ്തരാണ് അവരും ഞാനും. ആദ്യം നമ്മളിതിൽ ഈ പുരുഷന്മാർ ചെയ്യുന്ന ഈ ജോലികളെല്ലാം ഓരോ വർഷം ഓരോ രീതിക്കാണ് ഈ ജോലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഇപ്പോൾ കല്ല് അതിര് കെട്ടൊക്കെ തോട് സൈഡ് ആഴം കൂട്ടലും കല്ല് കെട്ടുവാണെങ്കിൽ അടുത്ത വർഷം വേറൊരു വർക്കാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ട്രെയിനിങ് തരുന്നുണ്ട് മേറ്റുമാർക്ക്. ഈ ഞങ്ങളെ പഞ്ചായത്തിൽ 23 വാർഡുണ്ട്. ഈ 23 വാർഡിലും ഒരു സൈറ്റിന് ഏറ്റവും കൂടുതൽ സൈറ്റുള്ളത് ഞങ്ങളെ ഈ മധുര വാർഡിൽ തന്നെയാണ്. ഈ വാർഡിലെ പോലെ തന്നെ ഓരോ വാർഡിലും 2-3 സൈറ്റുകളുണ്ട്. അപ്പോൾ ആ ഓരോ സൈറ്റിലും 2 മേറ്റുമാർ വെച്ചുണ്ട്.
ആ മേറ്റുമാർക്ക് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ തലത്തിൽ നിന്നും നല്ല പരിശീലനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കിട്ടിയ ശേഷം ഞങ്ങൾ അത് പോയി ട്രെയിനിങ്ങിന് പങ്കെടുത്ത ശേഷം വന്ന് ഇവർക്കത് പറഞ്ഞു കൊടുക്കും, തൊഴിലാളിയൊക്കെ പറഞ്ഞു കൊടുക്കും. അവരോടൊപ്പം തന്നെ ഞാനും എൻ്റെ സെക്കൻഡ് മാറ്റും ഞങ്ങൾ അതുപോലെ അവർക്കൊപ്പം നിന്ന് പണി ചെയ്യുകയും ഞങ്ങൾ അവർക്കത് പരിശീലിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരതിനെ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെയും പഞ്ചായത്തിൽ നിന്നും നമുക്ക് ജോലിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അതിലുപരി നമ്മളെ പഞ്ചായത്തിലെ ഓവർസിയർമാർ, എൻജിനീയർമാർ, നമുക്ക് ബാക്കിയുള്ള സാറന്മാർ, ഞങ്ങളെ വാർഡ് മെമ്പർ, അങ്ങനെയുള്ള എല്ലാ തലത്തിലും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് കിട്ടുന്നുമുണ്ട്. നമുക്ക് കൂടുതൽ ഇത് നല്ലതായിട്ട് കൊണ്ടുപോകണം. എല്ലാ സൈറ്റിലും ഈ വർക്കുകളുണ്ടെങ്കിൽ എൻ്റെ സൈറ്റിൽ എനിക്ക് എൻ്റെ തൊഴിലാളികൾക്ക് എല്ലാവരെക്കാളും മുൻപോട്ട് നല്ല രീതിക്ക് പോകണമെന്നുള്ള നല്ല താല്പര്യമുണ്ട്. ഞങ്ങൾ അതനുസരിച്ച് തന്നെയാണ് പോകുന്നത്. എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ 100 തൊഴിൽ ദിനം തികയ്ക്കുന്നത് ഞങ്ങളെ ഈ വാർഡിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വർഷം മാത്രമേ ഞങ്ങൾക്ക് 100 ദിനം ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ തയ്ക്കാൻ പറ്റാതെ ആയിട്ടുള്ളൂ. ഇപ്പോഴും എല്ലാം ഞങ്ങൾ ഈ സൈറ്റിൽ, അതുപോലെ തന്നെ ഞങ്ങളെ ഈ വാർഡിലെ ഈ സൈറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ തികയ്ക്കുന്നതും കൂടുതൽ തൊഴിലാളികൾ ഞങ്ങളെ ഈ പഞ്ചായത്തിലുള്ളതും ഈ മധുര വാർഡിൽ തന്നെയാണ്. സ്ത്രീകൾക്ക് പരിമിതി ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഇതിനിറങ്ങിയതിന് ശേഷം സ്ത്രീ സമത്വം പുരുഷന്മാർക്കൊപ്പം ഞങ്ങൾ എത്തിച്ചേരും എന്നൊരു ബോധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും.